ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി അവകാശം നൽകി. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം കോടതി അടുത്ത മാസം 10ലേക്ക് മാറ്റി. മുൻകൂർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ ഇടപെടാമെന്നും കോടതി പറഞ്ഞു. സൈഫ് തുടരും. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തന കേസ് അത് സെഷൻസ് കോടതി ഈ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതിനെതിരെയാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമീപിച്ചത്. ഈ കേസുമായി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം റദ്ദാക്കണം, കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് അത് അനിവാര്യമാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ അന്തിമ തീരുമാനം ഇപ്പോൾ എടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയായിരുന്നു. സെഷൻസ് കോടതിയുടെ ഉത്തരവുണ്ട്, അതുകൊണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അത് സെഷൻസ് കോടതിയുടെ ഉത്തരവായതുകൊണ്ട് അത് പിന്നീട് പരിശോധിച്ച് അതിനകത്ത് തീരുമാനമെടുക്കാം. എന്തായാലും 10-ാം തീയതി ആ കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. അടുത്ത മാസം 10ലേക്കാണ് കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്ന പ്രതികൾക്ക് മറുപടി സത്യവാങ്മൂലം നൽകാൻ വേണ്ടിയുള്ള സമയവും സാവകാശവും അനുമതിയും ഹൈക്കോടതി ഈ പ്രതികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത മാസം 10-ന് ഈ ആവശ്യം ഹൈക്കോടതിയിലേക്ക് വീണ്ടും വരികയാണ്. സംസ്ഥാന സർക്കാർ ആ നിലപാടിൽ പക്ഷേ ഉറച്ചു നിൽക്കുകയാണ്. ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ആ പ്രതികളുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. വിനിഷ.